സംഘടനയായ അമ്മയിൽ അതിനാടകീയമായ നീക്കങ്ങളാണ് നടക്കുന്നത്. ഭരണസമിതി ഒന്നടങ്കം രാജിവെച്ചിരിക്കുന്നു. ദൈനംദിന കാര്യങ്ങളിലടക്കം മുന്നോട്ട് കൊണ്ടുപോകാൻ ഭരണസമിതി പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടും വാർഷിക വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കുന്നതിൽ ഗുരുതര വീഴ്ച വരുത്തിയെന്നതും ചൂണ്ടിക്കാണിച്ചുകൊണ്ടും മാത്രമല്ല ചില അഴിമതി ആരോപണങ്ങൾ അടക്കം ഉന്നയിച്ചുകൊണ്ടും സാമ്പത്തിക കാര്യങ്ങളിൽ സുതാര്യതയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടും അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള നീക്കത്തിനെ തുടർന്നാണ് അവിശ്വാസം നേരിടാതെ തന്നെ ശ്വേതാ മേനോന്റെ അധ്യക്ഷതയിലുള്ള ഭരണസമിതി രാജിവെച്ച് പുറത്തേക്ക് പോയത്. സംഘടിതമായ ഗൂഢാലോചനയാണ് നടന്നത് എന്നും താൻ അതിന്റെ ഇരയാണ് എന്നും ശ്വേതാ മേനോൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു. തനിക്ക് ചില കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്, പാവയാകാനില്ല, കുറ്റാരോപിതരുടെ സംഘം അമ്മ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ശ്വേതാ മേനോൻ കടന്നുപോയത്. ബാബുരാജിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയുടെ കണക്കുകൾ ശരിയായിരുന്നില്ല എന്നൊരു ആരോപണം കൂടി ശ്വേത ഉന്നയിച്ചു. പിന്നീട് മാധ്യമങ്ങളെ കണ്ട് ബാബുരാജ് തന്റെ നേതൃത്വത്തിൽ ഒരു അഡ്ഹോക് കമ്മിറ്റി മാത്രമാണ് ഉണ്ടായിരുന്നത്, അതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, സ്ത്രീ കാർഡ് ഇറക്കി കളിക്കുകയാണ്, ആ കാലഘട്ടത്തിലാണ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം അമ്മയിൽ ഉണ്ടായത്, അൻസിബ അടക്കമുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ കരഞ്ഞു പോകും തുടങ്ങിയ ആരോപണങ്ങൾ ശ്വേതാ മേനോനെതിരെ ഉന്നയിക്കുകയും ചെയ്തു. അഡ്ഹോക് കമ്മിറ്റി ചുമതല ഏറ്റെടുത്തിരിക്കുന്നു അടുത്ത 4 മാസത്തേക്ക് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. രമേശ് പിഷാരടി അടക്കമുള്ളവർ അതിലുണ്ട്. KB ഗണേഷ് കുമാർ, ഷാജോൺ തുടങ്ങിയവർ അഡ്ഹോക് കമ്മിറ്റിയുടെ ഭാഗമാണ് എന്ന വിവരമുണ്ട്. സജോ ദേവസ്യ വിവരങ്ങളുമായി ചേരുകയാണ്. സജോ, ഈ അവിശ്വാസ പ്രമേയം ഒരു വലിയ ഗൂഢാലോചനയാണ്, അതിലേക്ക് ആളുകളെ നിർബന്ധിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത്. രജിസ്ട്രേഷന് സമാന്തരമായി തന്നെ ഒപ്പുവെക്കൽ നടന്നു അവിശ്വാസ പ്രമേയത്തിൽ തുടങ്ങിയ ആരോപണങ്ങളാണ് ശ്വേതാ മേനോൻ ഉന്നയിക്കുന്നത്. ഒരു വലിയ സംഘം സംഘടിതമായ ശ്രമം നടത്തിയിരിക്കുന്നു, ഗൂഢാലോചന നടത്തിയിരിക്കുന്നു എന്ന ആരോപണമാണ് ശ്വേത ഉന്നയിക്കുന്നത്. മധു, അതായത് ശ്വേതയുടെ വിമർശനത്തിന്റെ ആകെ തുക എന്ന് പറയുന്നത് ആസൂത്രിതവും സംഘടിതവുമായ ഒരു അട്ടിമറി. അതായത് രജിസ്ട്രേഷൻ നടക്കുമ്പോൾ സമാന്തരമായി തന്നെ ഈ അവിശ്വാസ പ്രമേയ രേഖയിലെ ഒപ്പ് സംഘടിപ്പിച്ചു. അങ്ങനെ ചില ആളുകൾ ചേർന്ന് നേരത്തെ തന്നെ ഇതിന്റെ തലപ്പത്തോ അല്ലെങ്കിൽ സംഘടനയെ നിയന്ത്രിക്കുന്ന തരത്തിലോ ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഇതിനു വേണ്ടി സംഘടിതമായി ആസൂത്രിതമായി കൂട്ടം ചേർന്ന് പ്രവർത്തിച്ചു. അവർ ഭൂരിപക്ഷം പേരുടെ എന്ന നമ്പർ നിശ്ചയിച്ച് അത്രയധികം ആളുകളുടെ ഒപ്പ് സമ്മർദ്ദത്തിലൂടെയും അല്ലാതെയും സംഘടിപ്പിച്ചു. ഈ ജനറൽ ബോഡിയിൽ തന്നെ ഈ ഭരണസമിതിയെ അട്ടിമറിക്കാൻ ആസൂത്രിതമായ ഗൂഢാലോചന നടത്തി. ആ സ്ക്രിപ്റ്റിന്റെ പര്യവസാനമാണ് ഇന്ന് കണ്ടത് എന്നതാണ് ശ്വേത അവസാനം പറഞ്ഞു വെച്ചത്. അപ്പോൾ അവർ ആരാണെന്ന ചോദ്യത്തിന് കുറ്റാരോപിതരാണ്. അവർ ഈ സംഘടനയെ നിയന്ത്രിച്ചിരുന്നവരും ഈ സംഘടന പിടിച്ചെടുക്കാൻ അധികാരം നഷ്ടപ്പെട്ടതിനു ശേഷം പിടിച്ചെടുക്കാൻ ആസൂത്രണം ചെയ്തിരുന്നവരുമാണ്. അവർ കുറ്റാരോപിതരാണ്, അവരാണ് ഈ സംഘടനയെ നയിക്കാൻ പോകുന്നത് എന്ന വാദമാണ് മുന്നോട്ട് വെച്ചത് എന്ന വിമർശനമാണ്. അതിന് ബാബുരാജിന്റേതായ മറുപടി പറഞ്ഞതും നമ്മൾ കേട്ടു. പക്ഷെ ഒരു കാര്യമുണ്ട്, രമേശ് പിഷാരടി MLA നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതിയാണ് അല്ലെങ്കിൽ ഒരു അഡ്ഹോക് കമ്മിറ്റിയാണ് തൽക്കാലത്തേക്ക് നിലവിൽ വരിക. അതിൽ KB ഗണേഷ് കുമാർ, സുരേഷ് കൃഷ്ണ, സാദിഖ്, റോണി, ആശ അരവിന്ദ്, ഷാജോൺ, കൃഷ്ണപ്രഭ, ദേവി ചന്ദന എന്നിങ്ങനെയുള്ള ആളുകളുമായാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ തലപ്പത്തേക്ക് ഒരാൾ വരണമെങ്കിൽ കുറെ കൂടി നമുക്കറിയാവുന്നതുപോലെ അല്പം കൂടി സാമൂഹികമായ അംഗീകാരമോ സ്വാധീനമോ ഒക്കെയുള്ള ആളുകൾ കൂടി വേണം. അതുകൂടി മുന്നിൽ കണ്ടായിരിക്കണം ഒരു ജനപ്രതിനിധി കൂടിയായ രമേശ് പിഷാരടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. മുൻ ജനപ്രതിനിധിയായിരുന്ന ഗണേഷ് കുമാറും അതിലുണ്ട്. അതുകൂടാതെ വനിതാ പ്രാതിനിധ്യവും ഉറപ്പുവരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ അഡ്ഹോക് കമ്മിറ്റി തുടർന്നാലും അത് സ്ഥിരമായൊരു സമിതിയല്ല, സ്ഥിരമായ അധികാരം മറ്റാരെങ്കിലേക്കും ഒക്കെ പോയേക്കാം. അതെങ്ങനെയാണ് എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ അതീവ ഗുരുതരമായ ആരോപണമാണ് യഥാർത്ഥത്തിൽ ശ്വേത ഉന്നയിക്കുന്നത്.